Hello everyone, welcome back to our channel Chuttu and Mama. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വിരൂപമായ കോലത്തിലിരിക്കുന്നതെന്നുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, എങ്ങനെയാവും റിസൾട്ട്, എങ്ങനെയാവും ഔട്ട്പുട്ട് എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഇഷ്ടം ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഭയങ്കര സംഭവം എന്നുള്ളത്. അങ്ങനെ ഭയങ്കര സംഭവം എന്നല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് ആദ്യമായിട്ടൊരു മേക്കപ്പ് സംഭവം ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്കിങ്ങനെ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമാണ് മേക്കപ്പ്സ് ട്രൈ ചെയ്യാനും എന്താ പറയുക അങ്ങനെ ചെയ്യുന്നതൊക്കെ കാണാൻ. ശരിക്കും മേക്കപ്പ് ചെയ്യുന്ന ഒരു കല തന്നെയാണ്, പക്ഷെ ആ കല എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോകാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, എങ്ങനെയായിരിക്കും ഫൗണ്ടേഷൻ ഇട്ടിട്ടാകുമ്പം എൻ്റെ ഫേസ് ഉണ്ടാവുക എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. മുന്നേ ഒന്നും നമ്മൾക്ക് ഈ ഫൗണ്ടേഷൻ, ഈ മേക്കപ്പ് സംഭവങ്ങളൊക്കെ നമ്മൾ സ്കൂൾ കോളേജൊക്കെ പഠിക്കുമ്പോഴാണല്ലോ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുക. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ നമ്മുടെ സ്കിൻ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് ഇട്ട മാതിരി തോന്നാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും ആ സമയത്തൊന്നും അറിയില്ലായിരുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര മറ്റേ BB ക്രീം ആയിരുന്നു ട്രെൻഡിങ്. അതിനും കുറേ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഏതോ ഒന്ന് വാങ്ങിച്ചു, ജസ്റ്റ് ഇങ്ങനെ ഇട്ടു. ആ ഒറ്റ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പുട്ടി അടിച്ച പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു. അന്നും എനിക്ക് കൂടുതലും എന്നെ ഒരു നാച്ചുറലി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമ്മൾ ഈ കൊച്ചിയിലും പുറത്തൊന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ അതേ സ്കിൻ ടൈപ്പിലുള്ള ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ വെഡിങ് ലുക്കൊക്കെ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ കോൺഫിഡൻ്റ് ഒന്നും ആയിരുന്നില്ല അന്നത്തെ ആ ഒരു സംഭവം. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമും അതും ഇതും ഒക്കെ കണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട്, നമ്മുടെ സ്കിൻ ടൈപ്പും സ്കിൻ ടോണും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്മൂത്തും സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് എൻ്റെ ലിപ് ബാം മാത്രം അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. എന്താ പറയുക, എന്നാലും ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലോക്കലൊന്നും വാങ്ങിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, മേബലിൻ്റെ ചെറിയ, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ചെറിയൊരു ട്യൂബാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ്. എനിക്ക് ഇത് ഡെയിലി ഒരു യൂസിൽ അല്ലെങ്കിൽ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ഇടണം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആളല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ, വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാനും അങ്ങനെ ഉദ്ദേശിച്ച് മാത്രം വാങ്ങിയതാണ്. ഇത് ഇവരുടെ ഫിറ്റ്മി എന്ന് പറയുന്ന മാറ്റ് പ്രോലെസ് ഫൗണ്ടേഷനാണ്, ലിക്വിഡ് ഫൗണ്ടേഷനാണിത്. 16H ഓയിൽ കൺട്രോൾ പ്ലസ് ഫൗണ്ടേഷൻ, SPF ഒക്കെ ഉണ്ട് ഇതിൽ വന്നിട്ട് എൻ്റെ ഷെയ്ഡ് ഞാൻ 128 ആണ് എടുത്തിട്ടുള്ളത്. 120 and 128 എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ സ്കിൻ ടോണിന് മാച്ചായിട്ട് തോന്നിയത് 128 ആണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 128 ആട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് സിറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ആക്ച്വലി, ഇത് എങ്ങനെയായിരിക്കും. എന്തായാലും നിങ്ങൾ പുട്ടിയടിച്ച പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ കൊള്ളൂല്ലെങ്കിൽ നിങ്ങൾ കൊള്ളൂല എന്ന് തന്നെ പറയണം, കൊള്ളുമെങ്കിൽ കൊള്ളുന്നു പറയണം.
ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ ഡോളൻകിയുടെ സ്ഥിരം മോയ്സ്ചറൈസർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഓവറായിട്ട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. സോ ഞാൻ ഇന്ന് സൺക്രീം അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, ബിക്കോസ് ഞാനിപ്പോൾ പുറത്ത് എവിടെയും പോകുന്നില്ല. ഞാൻ ഈ വീഡിയോ എടുത്ത് കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഞാൻ കളയും. സോ ഞാൻ സൺക്രീം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ പുറത്ത് പോകുന്ന ആളാണെങ്കിൽ എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺക്രീമും കൂടെ അപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ആ ഒരു സൈഡിൽ കണ്ണാടിയൊക്കെ വെച്ച് ചെയ്യുന്നത്? എനിക്ക് അതൊന്നും ശരിയാവുന്നില്ല. ഓക്കെ. പിന്നെ എൻ്റെ കയ്യിൽ ആക്ച്വലി ബ്രഷ് ഉണ്ട്. മീൻസ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഇതുണ്ടോ, എൻ്റെ ഐബ്രോയുടെ ബ്രഷ് ഒരു സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും ബ്രഷ് ഉണ്ട്. പക്ഷെ ബ്രഷൊന്നും ഉപയോഗിച്ച് എനിക്ക് ആക്ച്വലി ഈ സാധനം ഇടാൻ അറിയില്ല. സോ ഞാൻ ബ്രഷൊന്നും ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നില്ല. ഞാൻ കയ്യിനെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സംഭവം ചെയ്യാൻ വിചാരിച്ചു. അയ്യോ ഇത് കൂടുതലാണെന്നാണ് തോന്നുന്നു. ഞാനിപ്പോൾ തിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ എനിക്ക് അധികമെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം എങ്ങനെയുണ്ടാവും. കൈവച്ച് ഞാൻ ചെയ്താൽ അത് ഓക്കെ ആവോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് എന്താവേശത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അയ്യോ ബാക്കിയുള്ള നമുക്ക് കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വേറെ വേറെ കളറായി പോവും. ആക്ച്വലി ബ്രഷ് എടുക്കുന്നതായിരുന്നു നല്ലത് കേട്ടോ. ബ്രഷ് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പഫ് ഉണ്ടല്ലോ, അത് നല്ലായിരുന്നു. ഓ മൈ ഗോഡ് ദൈവമേ. ഞാൻ ആക്ച്വലി ഇത് കൊള്ളൂല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇല്ല എന്തായാലും ഞാൻ ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണല്ലോ ഫെയിലിയേഴ്സ് ഒക്കെ പറ്റുമല്ലേ. ഞാനിതിപ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എത്രമാത്രമാണ് ഇത് വിസിബിളായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഫൈനൽ ലുക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഡേ ലൈറ്റിലും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊള്ളുവോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ഞാൻ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഇവിടുത്തെ ലൈറ്റിങ്സ് മാറ്റാണ്. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബ്രഷ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിക്കരുത്. ഇത്തരത്തിലുള്ള ക്ഷമയൊന്നും എനിക്കില്ലാത്തതുകൊണ്ടാണ്. ഓ മൈ ഗോഡ്. പക്ഷെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുറച്ച് കഴുത്തിലും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്ലൈ ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറയുന്ന പോലെ ആയിപ്പോയി, സോറി. ഇത് ഭയങ്കര ലൈറ്റിൻ്റെ കേട്ടോ. ആക്ച്വലി ഞാൻ ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അപ്പം എന്തായാലും ഞാൻ ഈ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഐബ്രോസും ഐ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടല്ലേ, അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം.
പക്ഷെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല, നമുക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലല്ലോ. എനിക്ക് മേക്കപ്പ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ഞാൻ പോവാത്തറിയോ, അഥവാ പഠിച്ച് ഇനിയിപ്പോൾ ഞാൻ ആരുടെയെങ്കിലും മുഖത്തൊക്കെ പരീക്ഷിച്ച് കുളമായാൽ പിന്നെ അതൊരു വലിയ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചാണ് ആക്ച്വലി അതിന് മുതിരാത്തത്. ഇനി നമുക്കൊന്ന് കണ്ണും കൂടെ എഴുതി കൊടുക്കാം. ഞാൻ മേലെ ഭാഗത്ത് മാത്രമേ എഴുതുന്നുള്ളൂ. നോർമലി ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് മേലെ കണ്ണെഴുതാം. ആക്ച്വലി ഇവിടെ കറണ്ട് പോയി. ഇനിയിപ്പോൾ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുമോ അറിയില്ല. പറ്റേ എനിക്ക് ആക്ച്വലി വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. എല്ലാവരും പ്ലീസ് എക്സ്ക്യൂസ് കേട്ടോ, എൻ്റെ കറണ്ട് പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റും പോയി. ഇവിടെ മേലെ അത് വർക്ക് ചെയ്യുന്നില്ല കറണ്ട് പോയതുകൊണ്ട്. സോ എന്തായാലും ഞാനിത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് പുറത്തൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സമയത്താണ് കറണ്ട് പോയത്. ഞാൻ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ണെഴുതുന്ന ഭയങ്കര ടാസ്ക് ആട്ടോ. മീൻസ് ഇങ്ങനെ കണ്ണാടി കയ്യിൽ പിടിച്ച് കണ്ണെഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കണം. എന്താ പറയുക, ഞാനെപ്പോഴും കണ്ണാടിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നിന്നിട്ടാണ് കണ്ണെഴുതാറ്. ഇത് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ എന്തായാലും ഇപ്പുറത്തെ കണ്ണും കൂടെ ഒന്ന് എഴുതി കൊടുക്കട്ടെ. കറണ്ട് ഒന്ന് വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ കണ്ണും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ടിട്ടൊന്ന് സുന്ദരിയാവാം. എന്താവോ എന്തോ. ഇതിപ്പോൾ ആക്ച്വലി എനിക്കില്ലേ ലൈറ്റ് പോയോണ്ട് എനിക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ പുറത്ത് പോയി നോക്കിയാലേ പറയാൻ പറ്റൂ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇത് ആക്ച്വലി ഭയങ്കര മാറ്റ് ഫിനിഷിങ് ഫൗണ്ടേഷൻ ആട്ടോ. ഫൗണ്ടേഷനൊക്കെ ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷേ മാറ്റ് ഫിനിഷ് അത്ര ഇഷ്ടമല്ല. എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോയി ടെക്സ്ചറാണ് ഇഷ്ടം. ഞാനത് നോക്കിയിട്ട് എടുക്കണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല,
നമുക്കൊന്ന് ജസ്റ്റ് ഒരു ട്രയലാണല്ലോ. സക്സസ് ആണെങ്കിൽ നമുക്ക് ഇനി ഉപയോഗിക്കാം. അയ്യോ, മുടിയിലൊക്കെ പറ്റിയിരിക്കും. ഓ ഗോഡ്. അങ്ങനെ നമ്മൾ ബ്ലഷും ഇട്ടു. ഇനിയിപ്പോൾ എന്താണ് ഇടാൻ? ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇടാനൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടും കൂടെ വയ്ക്കാം. പിന്നെ ലിപ്സ്റ്റിക് പൊട്ടിവിടെ ഉണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്കും ഇട്ട് പൊട്ടും വെച്ച് ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ലിപ്സ്റ്റിക്ക് ആ ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ലാക്മിയുടെ ന്യൂഡ് ട്വിസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നോർമൽ ഒരു ലുക്ക് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഡാർക്ക് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് വർക്കൊക്കെ ഉള്ള ഡ്രസ്സ് ആയതുകൊണ്ട് ഓക്കെ. അങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തു. എനിക്ക് ആക്ച്വലി കോമഡി ആയിട്ട് തോന്നുന്നു കേട്ടോ. ഈ വീഡിയോയിൽ ശരിക്കും ഒന്നുമില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. മാച്ചിങ് കളേഴ്സൊക്കെ തീർന്നു ആക്ച്വലി ഇതിനകത്തുള്ള, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ. വേറെ ഒന്നും ചെയ്തില്ല, ആക്സസറീസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെറുതെ ഒന്നിട്ട് അത് ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്നാൽ എനിക്ക് പിന്നെയും കുറച്ചും കൂടെ ഇങ്ങനത്തെ ട്രൈ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ ആവും. എന്തായാലും ഞാൻ ഡേ ലൈറ്റിലുള്ള വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മുഖത്തുള്ളത് ശരിക്കും മനസ്സിലാവും. എൻ്റെ ആ സമയത്ത് തന്നെ കറണ്ട് പോയി, അതുകൊണ്ട് എൻ്റെ റിംഗ് ലൈറ്റും പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും എത്രമാത്രം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ ഡേ ലൈറ്റിലും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വളരെ കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാനിതിൽ കൺസീലറോ കോണ്ടോറിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഐ ഷാഡോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ലൈറ്റ് പോയതുകൊണ്ട് അതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണോ അല്ലെങ്കിൽ നാച്ചുറലി ആണോ കാണാൻ ഭംഗി എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചുമ്മാ ഒന്ന് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം എന്തായാലും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.